എം.ആർ. അജിത് കുമാറിനെ പദവിയിൽ നിന്ന് മാറ്റാൻ സർക്കാരിൽ തീരുമാനമായിരിക്കുന്നു. വാർത്തയുടെ വിശദാംശങ്ങൾ അനന്തകൃഷ്ണൻ നൽകുന്നു. അനന്തൻ ഈ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുമ്പോൾ മലപ്പുറത്ത് നിന്ന് അരുൺ അമർനാഥ് പങ്കുവയ്ക്കുന്ന ഒരു വാർത്ത കൂടിയുണ്ട്. ADGPക്കെതിരെ തുടർച്ചയായ വെളിപ്പെടുത്തലുകൾ നടത്തിയതിന്റെ പശ്ചാത്തലത്തിൽ തനിക്ക് ജീവന് ഭീഷണിയുണ്ട് എന്ന് PV അൻവർ MLA. അതുകൊണ്ട് ഗൺ ലൈസൻസ് ആവശ്യപ്പെട്ടുകൊണ്ട് ജില്ലാ കളക്ടർ അദ്ദേഹം നേരിട്ട് കാണുകയാണ്. നമ്മൾ കാലത്തൊന്നും കാണാത്ത തരത്തിലുള്ള ഉദ്വേഗഭരിതമായ ഒരു എപ്പിസോഡാണ് കേരള രാഷ്ട്രീയത്തിൽ തുടരുന്നത്, നമ്മുടെ ഭരണതലത്തിൽ തുടരുന്നത്. എന്തുകൊണ്ടാണ് ഇപ്പോൾ അജിത് കുമാറിനെ കൈവിടേണ്ട സാഹചര്യം സർക്കാരിനുമുണ്ടായത്? രതീഷ്, സംസ്ഥാന പോലീസിന്റെ ചരിത്രത്തിൽ ഇങ്ങനെ ഒരു ഏടുണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയാം. കാരണം അതീവ ഗൗരവമായ വിഷയങ്ങളാണ് കേരള പോലീസുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിരിക്കുന്നത്. സംസ്ഥാന ഭരണം നടത്തുന്ന ഇടതുമുന്നണിയിലെ ഒരു MLA തന്നെയാണ് മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള ആഭ്യന്തര വകുപ്പിലെ ഏറ്റവും ഉന്നതരായ രണ്ടുപേരെക്കുറിച്ച് ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചത്. അത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P. ശശിയും ഒപ്പം തന്നെ ക്രമസമാധാന ചുമതലയുള്ള ADGP M.R. അജിത് കുമാറിനും എതിരെയായിരുന്നു. ആ ആരോപണങ്ങൾ ഗൗരവത്തിൽ മുഖ്യമന്ത്രി തന്നെ ഏറ്റെടുത്തു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുത്ത ബന്ധം പുലർത്തുന്ന ഉദ്യോഗസ്ഥൻ അങ്ങനെ സേനയിൽ പേരുകേട്ട M.R. അജിത് കുമാറിനെ മുഖ്യമന്ത്രി കൈവിട്ടിരിക്കുന്നു. ഇനി ഇത്തരം കളങ്കിതർക്ക്, പുഴുക്കുത്തുകൾക്ക് സേനയിൽ തുടരാൻ കഴിയില്ല എന്നുള്ള സന്ദേശം പരസ്യമായി തന്നെ പോലീസ് സേനാംഗങ്ങളുടെ മുന്നിൽ വെച്ച് തന്നെ മുഖ്യമന്ത്രി പ്രഖ്യാപിക്കുകയും ചെയ്തു. അതോടുകൂടി ADGP M.R. അജിത് കുമാറുമായിട്ടുള്ള ബന്ധം മുഖ്യമന്ത്രി വിച്ഛേദിച്ചു എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. അതിനെ തുടർന്ന് അദ്ദേഹം ഉന്നത റാങ്കിലുള്ള, അതായത് DGP റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിനെതിരെ ഉയർന്നു വന്നിരിക്കുന്ന ആരോപണങ്ങൾ അന്വേഷിക്കുമെന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. നമുക്കിപ്പോൾ ഈ അന്വേഷണം നടത്തുന്ന ഉദ്യോഗസ്ഥൻ ആര് എന്ന് വ്യക്തമായിട്ടില്ല. ഇപ്പോൾ DGP റാങ്കിലുള്ളത് ഷെയ്ഖ് ദർവേസ് സാഹിബും യോഗേഷ് ഗുപ്തയും പത്മകുമാറുമാണ്. ഇതിൽ മുഖ്യമന്ത്രി ഉദ്ദേശിക്കുന്ന DGP അതാര്? അത് സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർവേസ് സാഹിബ് തന്നെയാണോ എന്ന കാര്യം ഇനിയും വ്യക്തമാകേണ്ടതുണ്ട്. നമ്മളിപ്പോൾ സംസ്ഥാന പോലീസ് മേധാവി തന്നെ അന്വേഷിക്കും എന്നുള്ളൊരു കണക്കുകൂട്ടലിലാണ് ഉള്ളത്. അങ്ങനെയെങ്കിൽ അത് ഗൗരവപ്പെട്ട ഒരു അന്വേഷണത്തിലേക്ക് വഴിമാറും. കാരണം സംസ്ഥാന പോലീസ് മേധാവിയുടെ വരുതിയിൽ നിൽക്കാത്ത ഒരു ഉദ്യോഗസ്ഥൻ എന്നായിരുന്നു M.R. അജിത് കുമാറിനെതിരെ ഉണ്ടായിരുന്ന ആരോപണം. പല ഘട്ടങ്ങളിലും അദ്ദേഹത്തെ, ഏറ്റവും ഒടുവിൽ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് യോഗത്തിൽ, നിർണായകമായ യോഗത്തിൽ പങ്കെടുക്കാതെ M.R. അജിത് കുമാർ മാറി നിന്നതിന് അദ്ദേഹത്തെ വാൺ ചെയ്യേണ്ട സാഹചര്യം സംസ്ഥാന പോലീസ് മേധാവിക്കുണ്ടായി. സംസ്ഥാന പോലീസ് മേധാവിയെ നിഴൽ നിർത്തിക്കൊണ്ട് സംസ്ഥാന പോലീസിൽ നിരവധി സർക്കുലറുകൾ ADGP പുറത്തിറക്കിയപ്പോൾ ഇനി ഒരു യൂണിറ്റ് ചീഫും സർക്കുലറുകൾ പുറത്തിറക്കരുതെന്ന് ഒരു ഇൻഡാസ് DGPക്ക് ഇറക്കേണ്ടി വന്നു. അങ്ങനെ എപ്പോഴും തനിക്ക് അസ്വസ്ഥത സൃഷ്ടിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ തന്നെയായിരുന്നു M.R. അജിത് കുമാർ. അപ്പോൾ അദ്ദേഹത്തിനെതിരെയുള്ള അന്വേഷണം ഷെയ്ഖ് ദർവേസ് സാഹിബ് തന്നെയാണോ നടത്തുക എന്നുള്ള കാര്യത്തിലാണ് ഇനി വ്യക്തത വരേണ്ടത്. നമ്മൾ അങ്ങനെ തന്നെയാണ് ധരിക്കുന്നതും. ഏതായാലും DGP സാഹിബ് തന്നെയാണ് അന്വേഷണം നടത്തുകയെങ്കിൽ കളം അല്പം കൂടി മൂക്കാനാണ് സാധ്യത എന്നതാണ് അനന്തൻ റിപ്പോർട്ട് ചെയ്യുന്നത്. ഷെയ്ഖ് ദർവേസ് സാഹിബിന്റെ പോലീസ് ഹിസ്റ്ററി പരിശോധിച്ചാൽ വളരെ സൗമ്യനായ പോലീസ് ഉദ്യോഗസ്ഥനാണ്. പക്ഷേ അക്കാഡമിക് രംഗത്ത് ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ടൊക്കെ വളരെ ഉത്സാഹം കാണിക്കുന്ന ഉദ്യോഗസ്ഥനുമാണ്. അങ്ങനെയെങ്കിൽ M.R. അജിത് കുമാറുമായി ബന്ധപ്പെട്ട അന്വേഷണം അദ്ദേഹമാണ് നടത്തുന്നതെങ്കിൽ എന്താണ് സംഭവിക്കുക എന്നത് ഊഹിക്കാൻ കഴിയുന്ന ഒന്ന് തന്നെയാണ്. വളരെ